ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലച്ചർ യൂസ് ചെയ്തിട്ട് 3 ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. ഈസിയാണ്. നിങ്ങൾക്ക് തോന്നും ഇത്രയും ഈസി ആയിരുന്നു ഈ ഹെയർ സ്റ്റൈൽ എന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയറിൽ ഉള്ള ജടയൊക്കെ ചീകി കളയണേ. അതിന് ശേഷം ഒരു പോണിറ്റെയിൽ കെട്ടാം. നമുക്ക് മുകളിൽ ഒരു പോണിറ്റെയിൽ കെട്ടി വെക്കാം. അധികവും ഇതുപോലുള്ള ബൺ ഹെയർ സ്റ്റൈല്, ക്ലച്ചർ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈല് ഒക്കെ പോണിറ്റെയിൽ കെട്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ഈസിയാണ്. ഓക്കെ, അപ്പോൾ പോണിറ്റെയിൽ കെട്ടി വെക്കുന്നുണ്ട് ഞാൻ. ഇതുപോലൊരു ബുഷ് കൊണ്ടാണ് കെട്ടി വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് റബ്ബർ ബാൻഡോ ഉള്ളത്, തിന്നായിട്ടുള്ള റബ്ബർ ബാൻഡ് ആണെങ്കിൽ അത്രയ്ക്കും നല്ലത്. അത് യൂസ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കുക, കുറച്ച് ടൈറ്റാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ 2 പാർട്ടീഷൻ ആക്കാം. ഓക്കെ, 2 പാർട്ടീഷൻ ആക്കിയിട്ട് മുകളിലോട്ട് ഒരു പാർട്ടീഷൻ കൊണ്ടുപോവാം. ഇതുപോലെയാണ് പാർട്ടീഷൻ പിടിക്കേണ്ടത്. ഓക്കെ, മുകളിലേക്കൊരു പാർട്ടീഷൻ, താഴെ ഭാഗത്തോട്ട് ഒരു പാർട്ടീഷൻ. എന്നിട്ട് സെൻറ്ററിലായിട്ട്, എനിക്ക് ഹെയർ കാണാൻ പറ്റുന്നില്ല, എനിക്ക് മുൻഭാഗത്തൊന്നും കണ്ണാടിയില്ല, ജസ്റ്റ് ഞാൻ ഒരു ഇത് വെച്ചിട്ടാണെല്ലാം ചെയ്യുന്നത്, എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, ഇതുപോലെ അവിടെ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ക്ലച്ചറാണുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ക്ലച്ചർ ഉപയോഗിച്ചിട്ട് അവിടെ ഫിക്സാക്കി കൊടുക്കുക ക്ലച്ചർ. ഇത്രയും മനസ്സിലായില്ലേ? എന്നിട്ട് മുകളിലെ ഹെയറില്ലേ, അത് ഞാൻ താഴെ ഭാഗത്തുള്ള ഹെയറിൻ്റെ ഒന്നിച്ച് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ചുറ്റിച്ച് കൊടുക്കാം. നിങ്ങളെ ഹെയർ നല്ല നീളമുണ്ടെങ്കിൽ എത്രയാണ് ചുറ്റിക്കേണ്ടത് അതുപോലെ ചുറ്റിക്കുക. എൻ്റെ ഹെയറിന് തീരെ നീളമില്ല, അതുകൊണ്ട് അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എത്രയാണ് വേണ്ട അത്ര. എന്നിട്ട് ക്ലച്ചറിന് നേരെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ യുപ്പിൻ ഉണ്ടെങ്കിൽ ആ യുപ്പിനോട് സെക്യൂർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ യുപ്പിനില്ല, മുല്ലപ്പൂ കുത്തുന്ന കുഞ്ഞ് ക്ലിപ്പ് കൊണ്ടാണ് ഞാൻ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എവിടെയോ വെച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു യുപ്പിന്. കുറേ തപ്പി നോക്കി കാണുന്നില്ല, ലാസ്റ്റ് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? എത്ര പെട്ടെന്നായി കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റൈൽ. ഇഷ്ടമായോ നിങ്ങൾക്ക്? എനിക്കൊരുപാട് ഇഷ്ടമായി. മുമ്പിലുള്ള മുടി കുറച്ച് ഫ്രണ്ടിലോട്ടിട്ടാൽ ലുക്കായി അല്ലേ? ഓക്കേ, വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസി. അപ്പോൾ നമുക്ക് സെയിം പോണിറ്റെയിലിന് വെച്ച് തന്നെ നമുക്ക് ക്ലച്ചർ യൂസ് ചെയ്തിട്ട് വേറൊരു സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്താലോ? ഓക്കെ, നേരത്തെ ഞാൻ സെക്ഷനാക്കിയതുപോലെ ഹെയർ 2 സെക്ഷനാക്കിയിട്ട് ഒരു സെക്ഷൻ മുകളിലോട്ട് കൊണ്ടുപോയി, എന്നിട്ട് സെൻറ്ററിൽ നേരത്തെ ചെയ്തതുപോലെ ക്ലച്ചർ വെച്ച് കൊടുത്തു. ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ അതുപോലെ അവിടെ ഫിക്സാക്കി കൊടുക്കും. നമ്മൾ പിന്നെ ബുഷ് ഇടുന്നില്ലേ, ബുഷ് ഇട്ട പ്ലേസിൽ വേണം ക്ലച്ചർ ഫിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുകളിലത്തെ ഹെയർ അടിയിലെ ഹെയറിലെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ചുറ്റിച്ച് എൻഡിലേക്ക് കൊണ്ടുവന്ന് യുപ്പിൻ ഉണ്ടെങ്കിൽ യുപ്പിൻ സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മുല്ലപ്പൂ കുത്തുന്ന ക്ലിപ്പ് തന്നെയാണ് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ഒരു കുറ്റി ഹെയർ അവിടെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഊഹം വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഊഹം വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പോയല്ലോ അല്ലേ? അപ്പോൾ അതുപോലെ ഇപ്പുറത്തെ ഹെയറും ഞാൻ ചുറ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ചുറ്റിച്ചിട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, എന്നിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ഇതോ എനിക്കിഷ്ടമായി. നിങ്ങൾക്കിഷ്ടമായോ? എത്ര ഈസിയാണല്ലോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയാൽ ഇങ്ങനെയും ചെയ്യായിരുന്നു എന്നില്ല ഒരു ഇത് മനസ്സിലാവും. പെട്ടെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ കിട്ടൂല അല്ലേ? ഇങ്ങനെ ഒരു ക്ലച്ച് എടുക്കും, നമ്മൾ ഹെയറൊക്കെ ഇങ്ങനെ ചുറ്റി കെട്ടി അവിടെ ക്ലിപ്പ് ചെയ്തിട്ട് പോകും. അങ്ങനെയല്ല നമ്മൾ പൊതുവേ ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയി തോന്നില്ലേ? ഇതാണ് കണ്ടോ, മുമ്പിൽ കുറച്ച് ഹെയറൊക്കെ ഇട്ടിട്ട് ചെയ്താൽ അടിപൊളിയായി. അപ്പോൾ ഇനി നമുക്ക് 3ാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കിയാലോ? ഈ ഹെയർ സ്റ്റൈലിൽ ഞാൻ ലോ പോണിറ്റെയിലാണ് കെട്ടിക്കൊടുക്കുന്നത്. പോണിറ്റെയിൽ താഴെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. മുകളിലോട്ട് പോണിറ്റെയിൽ കെട്ടിയിട്ട് വലിയ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ താഴെ പോണിറ്റെയിൽ കെട്ടിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പോണിറ്റെയിൽ കെട്ടിയിട്ട് ടൈറ്റാക്കി കൊടുക്കുക.
നിങ്ങൾക്കൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നില്ല, അത് ഫാനിൻ്റെ ആണ് കേട്ടോ. ഭയങ്കര സൗണ്ടാണ് ഈ ഫാനിന്, അതാണ് അങ്ങനെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നത്. കണ്ടോ, ഇതുപോലെ കെട്ടി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ പിന്നെ ബുഷ് ഇട്ടിട്ടില്ലേ, റബ്ബർ ബാൻഡ് ഇട്ടിട്ടില്ലേ, അവിടെ ക്ലച്ചർ ടൈറ്റാക്കിയിട്ട് ഫിക്സാക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഹെയർ മൊത്തം താഴോട്ട് കൊണ്ടുവരാം. എൻ്റെ ഹെയറിൽ തീരെ തിക്നെസ് ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹെയറിൻ്റെ ഇടയിലൂടെയൊക്കെ ക്ലച്ച് കാണുന്നത്. നിങ്ങളെ ഹെയർ തിക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണൂല കേട്ടോ. എന്നിട്ട് കുറച്ച് താഴോട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഞാൻ ബ്ലാക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, തിന്നായിട്ടുള്ള റബ്ബർ ബാൻഡ്. എന്നിട്ട് ആ റബ്ബർ ബാൻഡിൻ്റെ താഴോട്ടുള്ള മുടി ഉള്ളിലോട്ട് കൊണ്ടുവന്ന് ഒരു ക്ലിപ്പ് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ കൊറിയൻ ക്ലിപ്പാണ് കുത്തി കൊടുക്കുന്നത്. അകത്ത് നിന്നായിരിക്കണം ക്ലിപ്പ് കുത്തി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത റബ്ബർ ബാൻഡ് കാണൂലേ, അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതാണ് തേർഡ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.